CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചരിഞ്ഞു. 44 വയസ്സുള്ള കൊമ്പൻ ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ 9:40 തെക്കേപ്പറമ്പിലെ കെട്ടുംതറയിലായിരുന്നു അന്ത്യം. വടക്കേക്കാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗവും തുടർ പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും നടത്തി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ മനോജൻ നിര്യാതനായി. പാൻക്രിയാസിന് അസുഖം ബാധിച്ച് കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറില്ലാത്തത് രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. 2 മാസത്തോളമായി ഉച്ചയ്ക്ക് ശേഷമുള്ള ഡോക്ടറുടെ സേവനം നിലച്ചിട്ട്. കാട്ടകാമ്പൽ പ്രൈം കേബിൾ വിഷൻ, ക്രൗൺ കേബിൾ വിഷൻ എന്നീ സ്ഥാപനങ്ങളുടെ ഉടമ CK പ്രിൻസിന്റെ മാതാവ് പഴഞ്ഞി പട്ടിത്തടം ചെറുവത്തൂർ വീട്ടിൽ മാർത്ത ടീച്ചർ നിര്യാതയായി. 87 വയസ്സായിരുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അനുമോദനവുമായി നഗരസഭാ അധികൃതർ. +2 വിഭാഗത്തിൽ 297 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 92% വിജയം. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന CSA അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ കലാസംവിധായകനും അവാർഡ് ജേതാവുമായ അജയൻ ചാലിശ്ശേരിയെ ആദരിച്ചു. ഇടം സാംസ്കാരിക വേദി വെള്ളറക്കാട് മേഖലയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ദ്വിദിന അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. അറിവിടം എന്ന ശീർഷകത്തിൽ വെള്ളറക്കാട് വിവേകസാഗരം സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് മുൻ കുന്നംകുളം നഗരസഭാ ഓഫീസർ MS സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അകലാട് പള്ളി മഖാമിൽ വന്ധ്യവിശ്രമം കൊള്ളുന്ന ആഷിഖ് അഹമ്മദ് ദർവേഷ് തങ്ങളുടെ 71ാമത് ഉറൂസ് മുബാറക്കിന്റെ പ്രധാന ഭാഗമായ ഭക്ഷണ വിതരണത്തോടെ നേർച്ചയ്ക്ക് സമാപനമായി. കേരളത്തിലെ തിരുപ്പതി എന്നറിയപ്പെടുന്ന ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്കൃത അധ്യാപക ഫെഡറേഷൻ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ഗുരുവായൂരിൽ നടന്നു. നഗരസഭാ വായനശാല ഹാളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. കടവലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അംഗൻവാടി വർക്കർമാർക്കായി വേനൽക്കാലത്തെ ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തെ അധികരിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുന്നേർകുളം കുന്നത്തൂർ രഞ്ജി ക്രിക്കറ്റ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. ആൽത്ര രാമരാജ UP സ്കൂളിൽ നടന്ന ഉദ്ഘാടനം വടക്കേക്കാട് SHO ബിനു R നിർവഹിച്ചു. പഴഞ്ഞി ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. പട്ടിത്തടത്ത് നടത്തിയ റാലി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർകുളം ചമ്മന്നൂർ മഹലിൽ നിന്ന് ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് ചമ്മന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. മഹല്ല് ഖത്തീബ് അലി ദാരിമി ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി വെള്ളറക്കാട് മനപ്പടി ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മരത്തങ്കോട് വട്ടംപറമ്പിൽ 21 വയസ്സുള്ള ഷാബറിനാണ് പരിക്കേറ്റത്. വേലൂരിലെ മുൻ CPM ലോക്കൽ സെക്രട്ടറിയും കാർഷികേതര സഹകരണ സംഘം സ്ഥാപക പ്രസിഡന്റുമായിരുന്ന PK ഹരികൃഷ്ണൻ മാസ്റ്ററുടെ 1ാം അനുസ്മരണം സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.